ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള യൂണിവേഴ്സിറ്റി FYUGP ഓൺലൈൻ. ഈ ചാനലിൽ കൂടെ ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും സിലബസ് വൈസ് ഡിസ്കഷൻ പ്ലസ് മോഡ്യൂൾ വൈസ് എക്സ്പ്ലനേഷനും പിന്നെ എല്ലാത്തിൻ്റെയും നോട്ട്സും പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സെമിസ്റ്റർ 2 കേരള യൂണിവേഴ്സിറ്റി BComന്റെ അടിയിൽ വരുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സിലബസ് ഡിസ്കഷൻ ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളായിട്ട് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പക്ഷെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തിയറി ഭാഗവും പിന്നെ പ്ലസ് അഡ്മിഷൻ, ഡെത്ത് ആൻഡ് റിട്ടയർമെന്റ് ഓൾസോ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയറി പോർഷൻ പ്ലസ് ഡിസൊല്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് സിലബസിലുള്ളൂ. ഓക്കെ, സിലബസിൽ ഓൺലി ഡിസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ബാക്കി ഡിലീറ്റഡ് സിലബസ് ആണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിന്. രണ്ടാമത്തത് കൺസൈൻമെന്റ്. കൺസൈൻമെന്റ് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഫുൾ ചാപ്റ്റർ ഇൻ സിലബസ് ആണ്. ഓക്കെ, തേർഡ് ചാപ്റ്റർ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് തേർഡ് ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഡിലീറ്റഡ് സിലബസ് ആണ്. ഫോർത്ത് ചാപ്റ്റർ ആയ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ട്സും ഉണ്ട്. പക്ഷെ ഫിഫ്ത് ചാപ്റ്റർ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, സോ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ആകെ 4 മോഡ്യൂൾസേ ഉള്ളൂ. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും കൺസൈൻമെന്റ് അക്കൗണ്ട്സും ബ്രാഞ്ച് അക്കൗണ്ട്സും. ഈ 4ാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് ഞാൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് 2 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 1A. സോ യൂണിറ്റ് 1 ഫുൾ ഉണ്ട്, കാരണം അത് തിയറി പോർഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ആ യൂണിറ്റ് ഫുള്ളും പിന്നെ യൂണിറ്റ് 1Aയിലെ ഡിസൊല്യൂഷൻ മാത്രം. ഓക്കെ, ഡിസൊല്യൂഷൻ മാത്രം നിങ്ങൾക്ക് സിലബസിലുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ച 4 മോഡ്യൂൾസ്. ശരിക്കും 4 മോഡ്യൂൾസ് ഒന്നും അല്ല, 3 മോഡ്യൂൾസേ ഉള്ളൂ. പക്ഷെ 4 മോഡ്യൂൾസ് ആയിട്ട് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ തന്നെ 2 യൂണിറ്റ് ഉണ്ട്. അപ്പൊ യൂണിറ്റ് 1 ഉണ്ട്, യൂണിറ്റ് 1Aയില് ഡിസൊല്യൂഷൻ മാത്രം. ഓക്കെ, ഡിസൊല്യൂഷൻ ഓൺലി. പിന്നെ കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ഫുൾ മോഡ്യൂളും ഉണ്ട്. ഫുൾ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ മോഡ്യൂളും ഉണ്ട്. പിന്നെ ജോയിന്റ് വെഞ്ചർ ഫുള്ളി ഡിലീറ്റഡ് ആണ്. ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്ങും ഫുള്ളി ഡിലീറ്റഡ് ആണ്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ട്സ് ഫുൾ സിലബസ് ഫുൾ മോഡ്യൂളും നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, മോഡ്യൂൾ 1ന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ അതിന്റെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ്, മീനിങ് ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്. The relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ഒരു ബന്ധമാണ് ലൈക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതും പിന്നെ ആ സ്ഥാപനം നടത്തുന്ന ബന്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാവണം. അതിനെയാണ് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന്. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. Key terms: partners. Okay, partners എന്ന് പറയുമ്പോൾ individuals who have entered into the partnership. പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ഫേം, the collective identity of the partners. പാർട്ട്നേഴ്സ് നടത്തുന്ന സ്ഥാപനത്തെ പറയുന്ന പേരാണ് ഫേം. ഓക്കെ, സ്ഥാപനത്തിന്റെ പേരിനെ പറയുന്ന പേരാണ് ഫേം നെയിം. The name under which the business is conducted. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ പേരാണ് ഫേം നെയിം. Core features and characteristics. Number of persons. The number of persons needed, the minimum number of persons needed for a partnership is 2 and maximum is 20 according to Companies Act. Okay, Companies Act പ്രകാരം മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ മിനിമം ആയിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം 2,
പിന്നെ മാക്സിമം 20 പേരുമാണ് ആവശ്യം. ഓക്കെ. അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. റിട്ടൺ ആവാം, ഓറലും ആവാം, പക്ഷെ റിട്ടൺ ആവുന്നതാണ് ഭേദം. ലൈക്ക് റിട്ടൺ ആവുമ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് നടന്നാല് അതിന് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എഗ്രിമെന്റിന് എടുക്കാം. ഓക്കെ. ബിസിനസ് മസ്റ്റ് ബി എ ലോഫുൾ പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ്. ഓക്കെ. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് ഭയങ്കര ലോഫുൾ ആയിരിക്കണം. ലൈക്ക് അണ്ടർ ദ ലോ നല്ലതായിരിക്കണം. ഒരു നല്ല മോട്ടീവിന് വേണ്ടി നടത്തുന്ന ഒരു ബിസിനസ് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരിക്കലും നടത്താൻ പാടില്ല. ഓക്കെ. മ്യൂച്വൽ ഏജൻസി. ഓക്കെ. അതിന് മുമ്പ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ഓക്കെ. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ റേഷ്യോ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അനുസരിച്ച് ഏതെങ്കിലും ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈക്വലി അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് അനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് പ്രോഫിറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. മ്യൂച്വൽ ഏജൻസി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സും, ആ ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ലൈക്ക് പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെയും കൺട്രോൾ ചെയ്യണം, ബിസിനസ്സിനെയും കൺട്രോൾ ചെയ്യണം. ബാക്കിയുള്ളവർ ആ പ്രിൻസിപ്പളിനെ, ഓരോ ആൾക്കാരെയും കൺട്രോൾ ചെയ്യണം. ലൈക്ക് എന്ന് പറഞ്ഞാൽ അവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം. ഓക്കെ. അതിനെയാണ് മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവണം. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. മസ്റ്റ് ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. ഓക്കെ. പിന്നെ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ഫേമും പാർട്ട്നേഴ്സും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. അണ്ടർ ദ ലോ ആൻഡ് അണ്ടർ അക്കൗണ്ടിങ് ബോത്ത് ദ ഫേം ആൻഡ് ദ പാർട്ട്നേഴ്സ് ആർ ഈക്വൽ. ഓക്കെ. രണ്ടുപേരും ഒരേപോലെ തന്നെ കണക്കാക്കും. ഫേമും പാർട്ട്ണറും ഒന്ന് തന്നെയാണ്. ഓക്കെ. പിന്നെ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിലേക്കുള്ള ഇൻട്രസ്റ്റ് ഒരിക്കലും ഒരു ഔട്ട്സൈഡ് പാർട്ടിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. 1 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ് നെയിം ഫോർ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ. അതൊരു റിട്ടൺ എഗ്രിമെന്റ് ആണ്. ഇതിൽ പാർട്ട്ണർഷിപ്പായിട്ടുള്ള ബന്ധപ്പെട്ട റൂൾസോ റെഗുലേഷൻസോ എന്തായാലും അതൊക്കെ ഈ പാർട്ട്ണർഷിപ്പിൽ എഴുതിയിട്ടുണ്ടാവും. ഈ പാർട്ട്ണർഷിപ്പ് ഒരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും. വല്ല ലീഗൽ ഡിസ്പ്യൂട്ടോ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള എന്തെങ്കിലും അടിപിടി നടന്നാൽ അതിന് ഒരു എവിഡൻസ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആക്ട് ചെയ്യും. പിന്നെ കണ്ടന്റ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്. നെയിം ഓഫ് ദ ഫേമിന്റെ പേര്. ഓക്കെ. നെയിം ആൻഡ് ദ അഡ്രസ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സിന്റെ പേരുകളും പിന്നെ അഡ്രസ്സും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ അഡ്രസ്സും ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ, ബിസിനസ് തുടങ്ങുന്ന ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ, ആ പ്ലേസിന്റെ പേരും ഇതായിട്ട് റെക്കോർഡ് ചെയ്യണം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവണം. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് ഡ്രോയിങ്സ് ലിമിറ്റ് ടു ഈച്ച് പാർട്ട്നേഴ്സ്. ഓക്കെ. ഓരോ പാർട്ട്ണറിന് ഒരു ഡ്രോയിങ് ലിമിറ്റും പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഉണ്ടാവും. അത് രണ്ടും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിന് ഉണ്ടായാൽ ആ പ്രോഫിറ്റ്സ് എന്തായാലും പാർട്ട്നേഴ്സിനല്ലേ പോവത്തുള്ളൂ. ആ പാർട്ട്നേഴ്സിന് പോകുന്ന റേഷ്യോ എന്തായാലും സ്പെസിഫൈ ചെയ്തിരിക്കണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. അടുത്തത് സാലറി ആൻഡ് കമ്മീഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. ക്യാപിറ്റലോ ഡ്രോയിങ്സിലോ എന്തെങ്കിലും ഇൻട്രസ്റ്റോ പിന്നെ സാലറിയോ കമ്മീഷനോ എന്തെങ്കിലും ആ പാർട്ട്നേഴ്സിന് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പാർട്ട്ണർഷിപ്പിൽ എഴുതിയിരിക്കണം. പിന്നെ
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസിൽ വല്ല ഇൻട്രസ്റ്റോ എന്തെങ്കിലും അഡ്വാൻസിലോ ലോൺസിലോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സിന് ഉണ്ടെങ്കിൽ അതും എഴുതിയിരിക്കണം. എലോക്കേഷൻ ഓഫ് വർക്ക്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, വർക്കിന്റെ അലോക്കേഷനോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത്ര വർക്ക് ചെയ്യണം എന്ന് എഴുതിയിരിക്കണം. പിന്നെ വല്ല റൈറ്റ്സോ ഡ്യൂട്ടീസോ ഫങ്ഷൻസോ പിന്നെ ലയബിലിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വല്ല ബാധ്യതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പാർട്ട്ണർഷിപ്പിൽ എഴുതിയിരിക്കണം. പിന്നെ പ്രൊവിഷൻസ് റിഗാർഡിംഗ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷനോ റിട്ടയർമെന്റോ ഡെത്തോ തമ്മിൽ എന്തെങ്കിലും പ്രൊവിഷൻ, അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊവിഷൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് എല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിരിക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. An LLP integrates features of both a traditional partnership and a corporation. It is governed by the LLP Act 2008. LLP എന്ന് പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒരു ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയും കോർപ്പറേഷന്റെയും രണ്ടിന്റെയും ഫീച്ചേഴ്സിന്റെ ഒരുമിച്ചുള്ള ഒരു മിക്സാണ് LLP എന്ന് പറഞ്ഞാൽ. പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, കോർപ്പറേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം LLP എന്ന് പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലുണ്ട്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP ആക്ട് ഓഫ് 2008 ഗവേൺ 2008 LLP ആക്ട് ആണ് ഗവേൺ ചെയ്യുന്നത്. പിന്നെ കീ ഡിഫറൻസസ് ആൻഡ് ഫീച്ചേഴ്സ്. Body, corporate and separate legal entity. An LLP is a legal person distinct from its partners. It enjoys perpetual succession, continues to exist despite retirement, insanity or death of partners. Okay. ആ LLP എന്ന് പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒരു ലീഗൽ പേഴ്സൺ ആണ്, ലീഗൽ എൻറ്റിറ്റി ആണ്. അത് ആൾക്കാർ മരിച്ചു പോയാലും, ഡെത്ത് ഓഫ് പാർട്ട്ണർ ഉണ്ടായാലും, പിന്നെ ഇൻസാനിറ്റി പ്രാന്തായി പോയാലും, പിന്നെ വല്ല റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ തന്നെ ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇയേഴ്സ് എഹെഡ് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു എൻഡില്ല, ഒരു നിർത്തിപ്പോവുക എന്നുള്ളൊരു സംഭവം LLPന് ഇല്ല. അടുത്തത് പാർട്ട്നേഴ്സ്. മിനിമം പാർട്ട്നേഴ്സ് 2 പാർട്ട്നേഴ്സ് ഉണ്ടാവണം. ഓക്കെ, മിനിമം പാർട്ട്നേഴ്സ് ഒരു LLP സ്ഥാപനത്തിന് 2 പാർട്ട്നേഴ്സ് മിനിമം ഉണ്ടാവണം ആ LLP തുടങ്ങാൻ. മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. LLP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് പ്രകാരം മാക്സിമം പാർട്ട്നേഴ്സ് അതിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ എത്ര ആൾക്കാർ വേണമെങ്കിലും LLP പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം, പക്ഷെ മിനിമം 2 പേരുണ്ടാവണം എന്ന് മാത്രം. ഓക്കെ, സോ അടുത്തത് അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അക്കൗണ്ടിംഗ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിന്റെ അടിയിൽ 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ മെത്തേഡിൽ ആകെ ഒരു അക്കൗണ്ടേ നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതിന്റെ പേരെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണറിന് അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കും. പിന്നെ all transactions, capital, drawings, interest, salary, profits or losses are recorded here. Like ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ബോണസ്, ലോസ്, പ്രോഫിറ്റ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രൊഫോമ കാണാം. ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് എഴുതും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതും, വല്ല ഡ്രോയിങ്സിന് മേലെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ലൈക്ക് ഷെയർ ഓഫ് ലോസ് വല്ല ഉണ്ടായാൽ, ആ പാർട്ട്ണർഷിപ്പിന് വല്ല ലോസ് ഉണ്ടായാൽ ഷെയർ ഓഫ് ലോസസ്, ഓരോ പാർട്ട്ണറിന്റെ ഷെയർ നമ്മൾ ഈ അക്കൗണ്ടിൽ എഴുതും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ എല്ലാ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ആയിട്ട് ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതും.
ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതും. പിന്നെ ബൈ ക്യാഷ് ഓർ ബാങ്ക്, അഡീഷണൽ ക്യാപിറ്റൽ വല്ല പുതിയ ആൾക്കാർ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറോ വല്ല ക്യാപിറ്റൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വല്ല ഉണ്ടെങ്കിൽ, ഓരോ പാർട്ട്ണറിന് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണറിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ വല്ല സാലറിയോ കമ്മീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും ബൈ സാലറി ഓർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, നമുക്ക് വല്ല പ്രോഫിറ്റ് ഉണ്ടായി, ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് വല്ല പ്രോഫിറ്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യും. അത്രയേ ഉള്ളൂ ഈ അക്കൗണ്ട്. ടോട്ടൽ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് കൂടുതലും ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് മാത്രമേ ചിലപ്പോൾ വരത്തുള്ളൂ, കൂടുതലും പ്രോഫിറ്റ് തന്നെ വരത്തുള്ളൂ. ഏതെങ്കിലും ഒരു 1% ചാൻസേ ഉള്ളൂ ക്വസ്റ്റ്യനിന് ലോസ് വരിക. അപ്പൊ കൂടുതലും ഇതേ ഫോർമാറ്റ് തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതും. അത്രേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, അടുത്തത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഓക്കെ, 2 അക്കൗണ്ട് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്മൾ മുമ്പേ കാണിച്ച ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ലേ, അത് എഴുതും. പിന്നെ ഒരു കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യപ്പെടും. പക്ഷെ കറണ്ട് അക്കൗണ്ടിൽ ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് വിട്ടിട്ട് ബാക്കി എന്തുണ്ടെങ്കിലും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലോ സാലറി ഉണ്ടെങ്കിലോ കമ്മീഷൻ ഉണ്ടെങ്കിലോ എല്ലാം കറണ്ട് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി പ്രൊഫോമ നോക്കാം. രണ്ടെണ്ണത്തിന് ഫോർമാറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് എഴുതും. എന്നിട്ട് വല്ല ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വല്ല അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലോ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ ഡെബിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വല്ല പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാഷോ പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മൾ ടോട്ടൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ബാലൻസ് എഴുതും. ടു ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എപ്പോഴും, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഫോർമാറ്റ് വരത്തുള്ളൂ. മനസ്സിലായോ? പ്രൊഫോമ ഓഫ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഇനി നമുക്ക് നോക്കാം. കറണ്ട് അക്കൗണ്ട് നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഇനി രണ്ട് സൈഡിലും ബാലൻസ് വരും ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഒന്നെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതും, അല്ലെങ്കിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതും. ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഷെയർ ഓഫ് ലോസ് ഉണ്ടായാൽ, ലോസ് കൂടുതൽ ഉണ്ടാവത്തില്ല, ലോസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ സാലറി ഓർ കമ്മീഷൻ, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കൂലി അല്ലെങ്കിൽ സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാ പാർട്ട്ണർഷിപ്പിലും ഉണ്ടാവും പ്രോഫിറ്റ്സ്.
ആ പ്രോഫിറ്റ്സിന്റെ ഷെയർ നമ്മൾ ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, പിന്നെ നമ്മൾ ടോട്ടൽ ചെയ്യും. ഒന്നെങ്കിൽ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഇതിന്റെ ബാലൻസ് വരും. അതാണ് ഫിക്സ്ഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. കറണ്ട് അക്കൗണ്ടിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കറണ്ട് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ കറണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ഐദർ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ഉണ്ടാവും. ഇനി ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് കുറഞ്ഞു പോയാൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതും. അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞു പോയാൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതും. പിന്നെ അടുത്തത് കമ്പാരിസൺ, ഡിഫറൻസ് ആണ്. ഫിക്സ്ഡും ഫ്ലക്ച്വേറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, കേരള യൂണിവേഴ്സിറ്റി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. മീനിങ്, ഓക്കെ, മീനിങ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ റിമെയിൻസ് അൺആൾട്ടേർഡ് അൺലെസ് ഫ്രഷ് ക്യാപിറ്റൽ ഇസ് ആഡഡ് ഓർ പെർമനന്റ്ലി വിഡ്രോൺ. ക്യാപിറ്റൽ ഫിക്സ്ഡ് ക്യാപിറ്റലിന് അടിയിൽ ക്യാപിറ്റലിന് ഒരു ഡിഫറൻസും ഉണ്ടാവത്തില്ല അൺലെസ് വല്ല അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ വിഡ്രോയൽ ക്യാപിറ്റലില് പെർമനന്റ് വിഡ്രോയൽ ഉണ്ടാവാതെ ഉള്ള സ്ഥിതിക്ക് എല്ലാ ക്യാപിറ്റൽ അക്കൗണ്ട്സും ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന് താഴെ എല്ലാം പെർമനന്റ് ആണ്, അൺആൾട്ടേർഡ് ആണ്, ഒരിക്കലും മാറൂല, സ്റ്റാഗ്നന്റ് ആണ്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ ചേഞ്ചസ് വിത്ത് എവരി ട്രാൻസാക്ഷൻ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ് എല്ലാ ട്രാൻസാക്ഷൻസും പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാ സമയത്തും അതിന്റെ ബാലൻസ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒന്നെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒന്നെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. അടുത്തത് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ആകെ 2 അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൺലി 1 അക്കൗണ്ട്. നമ്മൾ അത് ഏത് അക്കൗണ്ട് ആണ്? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ, ഒന്ന് കറണ്ട്. ഓക്കെ, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അടുത്തത് നേച്ചർ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ നേച്ചർ എങ്ങനെയാന്ന് നോക്കാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് ഓൾമോസ്റ്റ് അൺചേഞ്ച്ഡ് ആണ്. ഒരിക്കലും കൂടുതൽ കേസുകളിലും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് മാറത്തേ ഇല്ല ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ ട്രാൻസാക്ഷൻസും ക്യാപിറ്റൽ അക്കൗണ്ടിലാണല്ലോ. അപ്പൊ എല്ലാ ട്രാൻസാക്ഷനും വരുന്ന അനുസരിച്ച് ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യും. പിന്നെ അടുത്തത് പൊസിഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, പൊസിഷൻ ഇൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അനുസരിച്ച് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട്, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസസ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ 2 അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതും. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അനുസരിച്ച് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസസ് മാത്രമേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതത്തുള്ളൂ. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, സ്പെസിഫിക് പ്രൊവിഷൻ requires a specific provision in the partnership deed to operate. Okay, ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊവിഷൻ വേണ്ടി വരും പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊവിഷന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് there is no specific provision required. Okay, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം. താങ്ക് യു.